ഏവർക്കും സ്വാഗതം. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ ആരോപണങ്ങളിൽ പരാതിക്കാരി മലക്കം മറിഞ്ഞതോടെ കേസ് പുതിയ വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ്. പറഞ്ഞതെല്ലാം കള്ളമാണെന്നും ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നുമാണ് യുവതിയുടെ പുതിയ വെളിപ്പെടുത്തൽ. എന്നാൽ പെൺകുട്ടി മൊഴി മാറ്റിയത് പ്രതി രാഹുൽ പി ഗോപാലിന്റെ സമ്മർദ്ദം മൂലമാണെന്നാണ് പിതാവ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. രാഹുൽ പി ഗോപാൽ മർദ്ദിച്ചു എന്ന് മകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയതെന്നും പെൺകുട്ടിയുടെ ദേഹത്തുണ്ടായ പാടുകൾ തങ്ങൾ സൃഷ്ടിച്ചതല്ല എന്നും പിതാവ് പറയുന്നു. അതേസമയം കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായി എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ഷമീം പക്സാൻ ഇന്ന് 24-നോട് പറഞ്ഞു. പുതിയ വെളിപ്പെടുത്തലുകൾ അവഗണിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഞങ്ങളെ പോലും സമ്മർദ്ദത്തിലാക്കി. അവളങ്ങനെ പറഞ്ഞത് ശരിക്കും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. വാർത്താ മാധ്യമങ്ങളിലൂടെ അവർക്ക് ഈ വിവരം കിട്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ പരാതി കൊടുത്തതും ഞാൻ പറഞ്ഞതും ഒക്കെ. അതിനെ മറികടക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ. അപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ നിന്ന് അവർ പറയിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 12-ാം തീയതി അടുക്കള കാണാൻ അവിടെ ചെന്നിരുന്നല്ലോ. അപ്പം ഞങ്ങൾ ഇവളെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഇവള് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അവളത് പറഞ്ഞപ്പോൾ മനസ്സ് പെടക്കുകയാണ്. കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുകയാണ്. പരാതിക്കാരിയുടെ FIS കൊണ്ട് ഇത്തരത്തിലൊരു കേസ് ഇല്ലയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. കാരണം പരാതിക്കാരിയും ഒന്നാം പ്രതി രാഹുലും തമ്മിൽ സൗന്ദര്യപ്പിണക്കം മാത്രമേ ഉള്ളൂ. ആ സൗന്ദര്യപ്പിണക്കം അവർ പറഞ്ഞു തീർക്കാവുന്ന കാര്യമാണ്. അത്തരത്തിലൊരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ വിഷയത്തിൽ ഇത്തരത്തിലും വളരെ വലിയ രീതിയിലേക്ക് ഈ കേസിനെ കൊണ്ടുപോകേണ്ട ആവശ്യം പോലീസിനില്ലായിരുന്നു. കേസ് കാര്യങ്ങളിൽ ഒരു പരാതിയും ഇല്ല എന്നാണ് പെൺകുട്ടിയുടെ വിഷയം. അതുതന്നെ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഒന്നാം പ്രതിയായ രാഹുൽ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിൻ്റെ വോൺ സർട്ടിഫിക്കറ്റ് പോലും ഇന്നേ ദിവസം വരെ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 മുമ്പാകെ ബോധിപ്പിച്ചിട്ടില്ല. കോളിളക്കം സൃഷ്ടിച്ച കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പുതിയ വഴിത്തിരിവുകൾ ഇന്ന് ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുകയാണ്. പന്തീരാങ്കാവിൽ പുതിയ കഥകളോ? ഈ വൈകുന്നേരം നമ്മളോടൊപ്പം അതിഥികളായി എത്തുന്നത് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷമീം പക്സാൻ, റിട്ടയർഡ് SP ശ്രീ സുഭാഷ് ബാബു, ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സാമൂഹ്യ നിരീക്ഷകയുമായ ശ്രീമതി ഭാഗ്യലക്ഷ്മി എന്നിവരാണ്. അഡ്വക്കേറ്റ് ഷമീം പക്സാൻ, കഴിഞ്ഞ മാസം 29-ാം തീയതി തന്നെ ഈ പറഞ്ഞതൊക്കെ, അതായത് പിന്നീട് ഈ പെൺകുട്ടി വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരു സത്യവാങ്മൂലമായി സമർപ്പിച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും എന്ന് താങ്കൾ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സത്യവാങ്മൂലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പെൺകുട്ടി പറയുന്നത്? അതായത് ഈ പെൺകുട്ടിയുടെ പരാതി FIS കൊണ്ട് തന്നെ പന്തീരാങ്കാവ് പോലീസ്, നേരത്തെ എൻ്റെ സുഹൃത്ത് ഭാഗ്യലക്ഷ്മി പറഞ്ഞ പോലെ അവർ പറഞ്ഞ നിരീക്ഷണങ്ങളെ ഞാൻ എതിർക്കുകയാണ്. കാരണം ഈ വിഷയം 2024 മെയ് 11 രാത്രി, അതായത് 12 പുലർച്ചെയാണ് ഉണ്ടാകുന്നത് എന്നാണ് പരാതി. അന്ന് രാത്രിയിൽ തന്നെ പുലർച്ചെ തന്നെ ബേബി ഹോസ്പിറ്റലിൽ പരാതിക്കാരി പോയിരുന്നു. ഈ കഴക്കൂട്ടം കിൻഫ്രയിൽ വർക്ക് ചെയ്യുന്ന പരാതിക്കാരി എഡ്യൂക്കേറ്റഡാണ്, വിവേകമുള്ള കുട്ടിയാണ്. അവർക്ക് ഡോക്ടറോട് എന്നെ ഭർത്താവാണ് അടിച്ചതെന്ന് പറയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ആ സമയത്ത് പരാതിക്കാരി ഞാൻ ബാത്റൂമിൽ വീണതാണെന്ന് പറഞ്ഞത്. ബാത്റൂമിൽ വീണതിലാണ് പരിക്ക് പറ്റിയത്. ഇപ്പം റീസെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലും ആ കുട്ടി അതന്നെ പറഞ്ഞത്. അല്ല, ഡോക്ടറോട് ചെന്നിട്ട് എന്നെ ഭർത്താവ് അടിച്ചതാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആ പരാതി അഡ്വക്കേറ്റ് ഷമീം പക്സാൻ, ഡോക്ടറോട് ചെന്നിട്ട് എന്നെ ഭർത്താവ് അടിച്ചതാണെന്ന് പറയേണ്ട കാര്യം അവർക്ക് അടിക്കുന്ന എന്തുകൊണ്ടാണ് പരിക്കെന്ന് ഡോക്ടർ ചോദിക്കും. എങ്ങനെയാണ് പരിക്ക് പറ്റിയെന്ന് ചോദിക്കും. വീണിട്ടാന്നാ പറഞ്ഞത്. ഡോക്ടർ ചോദിച്ചാൽ ആയിക്കോട്ടെ, ഓക്കെ. അങ്ങനെ പറഞ്ഞ പെൺകുട്ടി പിന്നീട് വീട്ടിൽ പുലർച്ചെ വന്നതിന് ശേഷം ഉച്ചവരെ അടുക്കള കാണാൻ 27 പേര് പരാതിക്കാരിയുടെ പറവൂർ വീട്ടിൽ നിന്ന് ഇവിടെ വാഹനത്തിലെത്തി. ഇവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. ആ സമയത്ത് ഉണ്ടായ ഫാമിലി ഇഷ്യൂസ്, വല്ല കശപിശകളുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഇവർ പന്തീരാങ്കാവ് സ്റ്റേഷനിലേക്ക് അമ്മയും അച്ഛനും ബന്ധുക്കളും കൊണ്ടുപോയത്. ഈ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഈ കുട്ടി രാഹുലിൻ്റെ കൈ ചേർത്ത് പിടിച്ചാണ് പോയത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് രാഹുലിനെ വിളിച്ചിരുന്നു. ഈ കുട്ടിയുടെ FIS കൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 498 വകുപ്പ് പ്രകാരമുള്ള ഒരു പരാതിയും ഈ FIS കൊണ്ടില്ല. അതേപോലെ തന്നെ കുട്ടിക്ക് ആകെയുള്ള പരാതി, രാഹുൽ എന്തിൻ്റെ പേരിൽ ഒരു വിവാഹം കഴിച്ച് നവവധുവായ സ്ത്രീ ഭർത്തൃ വീട്ടിൽ വെച്ച് സ്വർണത്തിനും പണത്തിനും വേണ്ടി ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ടു എന്ന ഒരു പരാതി ആ FIS കൊണ്ട് കാണില്ല. അതിലുണ്ടായ പരാതി ബഹുമാനപ്പെട്ട ഒരു സ്ത്രീയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ഞാനിവിടെ അവതരിപ്പിക്കുന്നില്ല.
അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ ആ പരാതിക്കനുസരിച്ച് പന്തീരങ്കാവ് SHO യഥാവിധി തന്നെ FIR ഇട്ടിട്ടുണ്ട്. ആ FIRൽ പ്രതി രാഹുൽ മാത്രമായിരുന്നു ആദ്യ സമയത്ത്. രാഹുലിനെ മാത്രമാണ് പെൺകുട്ടി പരാതിയായിട്ട് അന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ദാമ്പത്യമായ ബന്ധത്തിലുള്ള ഈ മധുര ഇണക്കവിണക്കങ്ങൾ മാത്രമേ അതിലുള്ളൂ. അതിനുശേഷം പിന്നീട് പോലീസ് എന്ത് പറഞ്ഞു, പന്തീരങ്കാവ് പോലീസ് പറഞ്ഞു, നിങ്ങൾ ബേബി ഹോസ്പിറ്റലിൽ കാണിച്ച വൂണ്ട് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഈ കേസ് നിൽക്കത്തില്ല എന്നും നിങ്ങൾ ഫറൂഖ് താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചുകൊണ്ട് നിങ്ങളുടെ വൂണ്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും പോലീസ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ച് ആ വൂണ്ട് സർട്ടിഫിക്കറ്റാണ് ബഹുമാനപ്പെട്ട പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലുള്ളത്. അതിൻ്റെ പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് രാഹുൽ വിദേശത്തേക്ക് പോയി എന്ന കാരണം കൊണ്ട് തന്നെ കേസ് സെൻസേഷൻ ആവുകയും ഉടൻ തന്നെ പന്തീരങ്കാവ് SHOയെ കേസിൽ യഥാവിധി നടപടിയെത്തില്ല എന്ന് പേരിൽ സസ്പെൻഡ് ചെയ്തു. പന്തീരങ്കാവ് പോലീസ് SHO FISനനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അയാൾ ഒരു നടപടി തെറ്റായി എടുത്തിട്ടില്ല, കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇല്ലാത്ത ഒരു വിഷയത്തിൽ FIR ഇടുക എന്ന് പറയുന്നത് ഒരു SHOക്ക് സാധ്യമല്ല. നാളെ അയാൾക്ക് അത് തിരിച്ചടിയാവും. കൊലപാതക ശ്രമം ഉണ്ടെന്ന് FISലില്ല. രാഹുലിന് വിദേശ ഷെങ്കൻ വിസയുള്ള 26 രാജ്യങ്ങളിൽ യൂറോപ്യൻ കൺട്രീസിൽ പോകാൻ വിസകളാണ്. സ്വാഭാവികമായിട്ട് രാഹുലിനെ എതിരെ ഇത്രയും മാധ്യമങ്ങൾ സെൻസേഷൻ ഉണ്ടാക്കുന്ന സാഹചര്യം വന്ന സമയത്ത് രാഹുലിൻ്റെ സാഹചര്യം നോക്കി രാഹുലിൻ്റെ വിദേശത്ത് ജോലി ആവശ്യാർത്ഥം പോയി. രാഹുലിൻ്റെ ജോലിയിൽ അർജൻറ്റായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞു പോയി. അത്രേ അതിൽ സംഭവിച്ചിട്ടുള്ളൂ. രാഹുലിന് അർജൻറ്റായിട്ട് ആ ജോലി സ്ഥലത്തേക്ക് എത്തണമെന്നുള്ള ധാരണയിൽ പോയി. അതിനുശേഷം കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കാമെന്നുള്ള ധാരണയിൽ രാഹുലിൻ്റെ മാതാപിതാക്കളെയും കൂടെ ചെന്ന സുഹൃത്ത്, ഇപ്പോൾ ഏതെങ്കിലും ആശുപത്രിയിൽ കിടക്കുന്ന ഒരാളെ റോഡിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ ആശുപത്രിയിൽ എത്തിക്കണമെന്നുള്ള നിയമമാണ് നമുക്കുള്ളത്. എന്നാൽ രാഹുലിൻ്റെ ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന കാരണം കൊണ്ട് രാജേഷിനെയും പ്രതിയാക്കി. പിന്നീട് പോലീസ് വിദേശത്ത് പോകാൻ സഹായിച്ചു. ഷെങ്കൻ വിസയുള്ള ഏത് രാജ്യത്തും ഏത് സമയത്തും യാത്ര ചെയ്യാൻ സൗകര്യമുള്ള രാഹുലിനെ സാധാരണ ഒരു പോലീസുകാരൻ വിദേശത്ത് സഹായിച്ചു എന്ന പേരും പറഞ്ഞ് അദ്ദേഹത്തെയും സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഇതെല്ലാം ഈ കേസിന്റെ ഭാഗമായി സംഭവിച്ച കാര്യങ്ങളാണ്. ഈ വൂണ്ട് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ താങ്കൾ ഹാജരാക്കുമോ? അതായത് എങ്ങനെയാണ്, എന്ത് ശരീരത്തിൽ, ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ കണ്ട പാടുകൾ എങ്ങനെ വന്നതാണെന്നാണ് അഡ്വക്കേറ്റ് ഷമീം പക്സാൻ താങ്കൾ കരുതുന്നത്? വൂണ്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ഉത്തരവാദിത്വം പ്രോസിക്യൂഷനാണ്, പോലീസിനാണ്. വൂണ്ട് സർട്ടിഫിക്കറ്റ് ആദ്യമുള്ള ബേബി ഹോസ്പിറ്റലിലെ വൂണ്ട് സർട്ടിഫിക്കറ്റ് പോലീസ് അവിടുന്ന് കളക്ട് ചെയ്യണം. രണ്ടാമത് ഫറൂഖ് ഹോസ്പിറ്റലിൽ നിന്നുള്ള വൂണ്ട് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യണം. പിന്നീട് പോലീസ് കളിച്ച നാടകം എന്താണെന്ന് വെച്ചാൽ 10 ദിവസം കഴിഞ്ഞ് പറവൂരിൽ വെച്ച് വേറൊരു ഡോക്ടറെ കാണിക്കുക. 10 ദിവസമായിട്ട് രാഹുലിൻ്റെ ബന്ധുക്കളോ പെൺകുട്ടിയുടെ കൂടെ ഇല്ല, പെൺകുട്ടിയുടെ വീട്ടുകാരാണ് ഉള്ളത്. പിന്നീട് പെൺകുട്ടിക്ക് കൂടുതൽ പരിക്കുണ്ടെന്ന് പറഞ്ഞാൽ ആ പരിക്ക് ആരുണ്ടാക്കി എന്നുള്ള ചോദ്യം ബാക്കി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് പിന്നീടുള്ള വോട്ട് സർട്ടിഫിക്കറ്റിന് യാതൊരു വാല്യൂ ഇല്ല. അത്തരത്തിലുള്ള ബ്ലണ്ടറായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ആ വോട്ട് സർട്ടിഫിക്കറ്റും കൊണ്ടുപോയി പിന്നീട് ഇന്നേ വരെ ഇല്ലാത്ത, കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ CRPC 164 പ്രകാരം രഹസ്യമൊഴി എടുത്തു. നേരത്തെ പറഞ്ഞു നിങ്ങൾ, രഹസ്യമായി ജുഡീഷ്യൽ കോടതിയിൽ കിടക്കുന്ന സാധനമാണ്. അത് പരസ്യമാക്കുകയോ ആർക്കും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പികൾ കൊടുക്കുകയോ ചെയ്യില്ല. അത് രഹസ്യമായി നിൽക്കുന്ന സാധനമാണ്. അത് രഹസ്യമായി കൊടുത്ത പെൺകുട്ടിക്കും അത് കേട്ട ബഹുമാനപ്പെട്ട കോടതിക്കും മാത്രമാണ് അതിനെക്കുറിച്ച് അറിവുള്ളത്. അഡ്വക്കേറ്റ് ഷമീം പക്സാൻ, ഈ വീഡിയോയിൽ എവിടെയാണ് ഈ ഭർത്താവ് തന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പെൺകുട്ടി പറയുന്നത്? ഈ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ വ്യവസ്ഥിതിയിൽ ഇന്ന് AI സംവിധാനങ്ങൾ അടക്കമുള്ള, മോർഫിംഗ് സംവിധാനം അടക്കമുള്ള വീഡിയോ ക്ലിപ്പിങ്ങുകളൊന്നും തെളിവായിട്ട് കോടതി സ്വീകരിക്കണമെങ്കിൽ അത് സെക്കൻഡറി പ്രൂഫായിട്ടാണ് സ്വീകരിക്കുന്നത്. 65B സർട്ടിഫിക്കേഷനൊക്കെ വേണം. അതൊക്കെ പരിഗണിക്കുന്ന സമയമല്ല. ഒരു FISൽ എന്തുണ്ടോ, ഒരു FIRൽ എന്തുണ്ടോ, ഒരു വോണ്ട് സർട്ടിഫിക്കറ്റിൽ എന്തുണ്ടോ, പോലീസ് നൽകുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ എന്തുണ്ടോ, സബ്സിക്വൻ്റ് ആയിട്ടുള്ള മറ്റുള്ള 161 സ്റ്റേറ്റ്മെൻറ്റ്, ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് ഒരു കേസ് കോടതി ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ പരിശോധിക്കുക. അല്ലാതെ മാധ്യമങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞത് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞതൊന്നും കോടതി കൺസിഡർ ചെയ്യാറില്ല. അങ്ങനെ ഞാനും പറഞ്ഞില്ല അഡ്വക്കേറ്റ് ഷമീം പക്സാൻ. മാധ്യമങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ മുഖവിലേക്ക് എടുത്തിട്ട് ഒരു കോടതി തീർപ്പിലേക്ക് എത്തുമെന്ന് ഞാനും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ വന്നതും മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് ജനമറിഞ്ഞതും ആ പെൺകുട്ടിക്ക് ആ വീട്ടിൽ സ്ത്രീധനത്തിന്റെ പേരിൽ നേരിടേണ്ടി വന്ന ഗുരുതരമായിട്ടുള്ള പീഡനത്തെക്കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു. അതാണ് ആ പെൺകുട്ടിയുടെ, ആ പരാതിക്കാരിയായ പെൺകുട്ടിയുടെയും അവരുടെ രക്ഷിതാക്കളുടെയും പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെ ആരോപണ വിധേയനായ ആൾ ഒരു സുപ്രഭാതത്തിൽ ഇവിടുന്ന് മുങ്ങുകയാണ് ചില പോലീസുകാരുടെ സഹായത്തോടു കൂടി.
വീണ്ടും സംശയം ഒന്നുകൂടി ബലപ്പെടുകയാണ് എന്തുകൊണ്ടെന്നുള്ളത്. അല്ല, പിന്നെ രണ്ടാമത് അല്ല, ഞാൻ വരാം. അതിനുശേഷം ഇപ്പോഴും ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ പറയുന്നത് ഭർത്തൃ വീട്ടുകാരുടെ കസ്റ്റഡിയിലാണ് ആ പെൺകുട്ടി ഉള്ളത്, അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇപ്പോൾ ഈ മൊഴിമാറ്റം എന്നതാണ്. ഇത് കോടതി പരിഗണിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങളിൽ ഇത് ചർച്ചയാകുന്നു എന്നാണ്, പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇതെല്ലാം എത്തുന്നു എന്നാണ്. അതിലേക്ക് വരാം, ഞാൻ അതിന് മറുപടി വരാം. ഈ അടുക്കള കാണാൻ വന്ന സമയത്ത് മാത്രമാണ് ഈ പെൺകുട്ടിയുടെ പരാതി വർക്കൗട്ട് ആവുന്നത് വന്നത്. അതുവരെ പെൺകുട്ടിക്ക് യാതൊരു പരാതിയില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അവരുടെ ദാമ്പത്യ ബന്ധത്തിലുള്ള ഇണക്കപ്പിണക്കങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അതിനുശേഷമുണ്ടായ മാറ്റങ്ങളാണ് ഈ കേസിന് ആസ്പദമായി കൊണ്ടുവന്നത്. ഇതിൽ ഈ രക്ഷിതാക്കൾ ഇപ്പോൾ പെൺകുട്ടി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് 29-ാം തീയതി തിരുവനന്തപുരത്തുള്ള നോട്ടറി അഭിഭാഷകന്റെ മുമ്പാകെയാണ് ഈ പെൺകുട്ടി എനിക്ക് തുടർന്ന് ഈ കേസ് നടത്തേണ്ടതില്ല എന്നും ഈ കേസ് ഡിലീറ്റ് ചെയ്യണം, ഹൈക്കോടതി റദ്ദ് ചെയ്യണമെന്നും ക്വാഷ് ചെയ്യണമെന്നും ഉദ്ദേശിച്ചുകൊണ്ട് എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല എന്നും എൻ്റെ അന്നത്തെ തെറ്റിദ്ധാരണ മൂലം പറഞ്ഞു പോയതാണെന്നും ഞാൻ ബാത്റൂമിൽ വീണത് തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടാണ് ഒരു അഫിഡവിറ്റ് ബോധിപ്പിച്ചിട്ടുള്ളത്. ആ അഫിഡവിറ്റും ആ പരാതിക്കാരിയുടെ വക്കാലത്തും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ക്വാഷ് ചെയ്യുന്നതിന് പ്രൊസീഡിങ്സിന് ഞാൻ നൽകിയിട്ടുള്ളത്. ആയതിൻ്റെ ഭാഗമായിട്ട് പെൺകുട്ടി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് പരാതി കൊടുക്കാൻ നിയമതടസ്സമില്ല, ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ നിയമതടസ്സമില്ല, അതെല്ലാം ഫയൽ ചെയ്യാം. അങ്ങനെ പറവൂർ പോലീസ് സ്റ്റേഷനിൽ, പെൺകുട്ടിയുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടിയുടെ പിതാവ് കഴിഞ്ഞ 29-ാം തീയതി ഞാൻ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് ഈ രേഖകൾ. അപ്പം അതും തിരുവനന്തപുരത്തുള്ള നോട്ടറി അഭിഭാഷകന് മുമ്പാകെ. ആ സമയത്ത് ആ പെൺകുട്ടി കഴക്കൂട്ടം കിൻഫ്രയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒപ്പിട്ടത്. അത് പെൺകുട്ടി ഒപ്പിടാൻ ചെന്നത് പെൺകുട്ടി മാത്രമുള്ള അറിവാണ്, അതായത് മറ്റൊരാളുടെയും നിർദ്ദേശത്തിനനുസരിച്ചാലോ അല്ല. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഒരു നോട്ടറി അഭിഭാഷകനെ ഞാൻ ചുമതലപ്പെടുത്തി അദ്ദേഹം ഒപ്പുവാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനോട് നീതി പുലർത്തി തന്നെയാണ് ഒപ്പുവാങ്ങുന്നത്. അതിൽ യാതൊരു നിയമ തടസ്സവും ഇല്ല. അത് വാങ്ങുന്ന സമയത്ത് വ്യക്തി അയാളാണോ ഒപ്പിടുന്നതെന്നും അയാൾ എഴുതിയ കണ്ടൻസ് എന്താണെന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഒപ്പിട്ടു. ആ രേഖ നമ്മളെടുത്തിട്ടുണ്ട്. അത് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു. ഇനി ഒരു 10-12 ദിവസം കഴിഞ്ഞ് ഹൈക്കോടതിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ വരും കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക്, പന്തീരങ്കാവിലേക്ക്. പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷൻ പെൺകുട്ടിയോട് വീണ്ടും മൊഴി ചോദിക്കും. നിങ്ങൾ സമ്മർദ്ദം കൊണ്ടാണോ, ആരുടെയും പ്രേരണ കൊണ്ടാണോ, ആരെങ്കിലും പിടിച്ചു വെച്ചാണോ ഇത്തരത്തിൽ മൊഴി നൽകിയത്, അഭിഭാഷകന് അഫിഡവിറ്റ് നൽകിയതെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ആ കേസ് പോഷ് ചെയ്യപ്പെടില്ല. അതല്ല, പെൺകുട്ടി പറയാം സ്വതന്ത്രമായിട്ടും എൻ്റെ നീതിപൂർവ്വം നല്ല സന്തോഷത്തോടെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ് മൊഴി കൊടുത്താൽ ആ മൊഴി തിരിച്ച് ഹൈക്കോടതി പോയി ഹൈക്കോടതി ആ കോഷ് പ്രൊസീഡിങ്സ് പൂർത്തിയാക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ നിയമവശം. പിന്നീട് ഈ പെൺകുട്ടിയെ മിസ്സിംഗ് കേസിൽ വല്ല പരാതി 57-ൽ വല്ല പരാതിയും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ ആ പരാതിയിൽ പെൺകുട്ടി എപ്പോഴാണോ ഹാജരാവേണ്ടത് ആ സമയത്ത് ഹാജരാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സുഭാഷ് ബാബു സർ, ഈ ഭർത്താവും തമ്മിലുണ്ടായ സൗന്ദര്യ പിണക്കം, പിന്നെ ആദ്യ സമയത്ത് ഡോക്ടറെ കണ്ടപ്പോൾ ഇത്രയധികം മുറിവുകൾ ആ പെൺകുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്നില്ല. പിന്നീട് ഉണ്ടാകുന്ന വൂണ്ട് സർട്ടിഫിക്കറ്റിന് കോടതിയിൽ നിലനിൽക്കില്ല. പിന്നെ രക്ഷിതാക്കൾ ഇതിനകത്ത് ഇടപെട്ടതാണ് പ്രശ്നത്തെ സങ്കീർണമാക്കിയത്. ഒരു മിനിറ്റ്, എന്താണ് ഉപദ്രവിച്ചെന്ന് പറയാൻ പറ്റും? സബ്സിക്വന്റ് ആയിട്ടുള്ള വൂണ്ട് സർട്ടിഫിക്കറ്റ് പിന്നീട് മുറിവുകൾ സബ്സിക്വൻ്റ് ആയിട്ട് 10 ദിവസം കഴിഞ്ഞ് വൂണ്ട് സർട്ടിഫിക്കറ്റ് വേറെ എടുക്കുമ്പം അപ്പം പരിക്കുകളോ മുറിവുകളോ കൂടുതലുണ്ടെങ്കിൽ അത് ആര് ഉപദ്രവിച്ചിരിക്കും? വിദേശത്തുള്ള രാഹുലിനെ ഉപദ്രവിക്കാൻ കഴിയില്ല. താങ്കൾ പറഞ്ഞ കാര്യം ഞാൻ സുഭാഷ് ബാബു സാറിനോട് ചോദിക്കുകയാണ്. ഇതൊക്കെയാണല്ലോ താങ്കളുടെ വാദങ്ങൾ. അപ്പോൾ ആ ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മുറിവ് എത്ര മുമ്പ് ഉണ്ടായതാണെന്നും അതിന്റെ പഴക്കം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനം നമുക്കുണ്ട്. അത് അഭിഭാഷകൻ അറിയാമല്ലോ. സുഭാഷ് ബാബു സാർ, ഇതൊക്കെയാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ ധരിപ്പിക്കാൻ പോകുന്നത്. ഇത് എത്രത്തോളം സ്റ്റാൻഡിംഗ് ആണ്? അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ എത്രത്തോളം താങ്കൾക്ക് സ്വീകാര്യമായി തോന്നി? അല്ല, അദ്ദേഹത്തിന് ഇപ്പം ക്വാഷ് എഫ്ഐആർ അല്ലെ അന്വേഷണം നിർത്തിവെച്ച് എഫ്ഐആർ ക്വാഷ് ചെയ്ത അന്വേഷണങ്ങൾ ചാർജ് ഷീറ്റ് ഇല്ലാണ്ട് പോകണമെന്നാണ്. അതിന് മുമ്പ് പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്വാഷിങ് അതോടുകൂടി തീർന്നു. പിന്നെ അതിനുശേഷം പിന്നെ ആ നടപടികളുടെ മുകളിൽ പിന്നെ കോടതിയിൽ പോകേണ്ടി വരും. ഇപ്പൊ തൽക്കാലം പോലീസ് പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുക്കുകയാണെങ്കിൽ കോടതി ഡയറക്ഷൻ ഒന്നും ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലാത്തടത്തോളം കാലം ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്വാഷിങ്ങുള്ള പ്രശ്നം അവിടെ തീർന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കൂടുതൽ നിയമ നടപടിയിലേക്ക് പോകണം. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നത് 498 മാത്രമല്ലല്ലോ. ഇവിടെ ഒരു 307 എന്ന് പറയുന്ന വകുപ്പ് കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുട്ടി മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്. ആ മൊഴി കള്ളമാണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. അതിനകത്തിൽ എന്ത് നോട്ടറി എടുത്തുണ്ടായാലും മറ്റിടത്തുണ്ടായാലും ശരി, അതിന് പ്രസക്തി ഉണ്ടെങ്കിൽ പോലും മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ചെന്നിട്ട്
അദ്ദേഹം കുട്ടി നേരിട്ട് പറഞ്ഞിരിക്കുന്ന മൊഴിയും പോലീസിനോട് പറഞ്ഞ മൊഴിയും ഡോക്ടർ രണ്ടാമത് ആദ്യം പ്രതികളുടെ സാന്നിധ്യത്തിലാണ് ഒരു ഡോക്ടർ പരിശോധിക്കുന്നത്. സ്വാഭാവികമായിട്ടും പോലീസ് പോലും മർദ്ദിച്ച് പരിക്കുള്ള ഒരാളെ ഡോക്ടറെ പരിശോധിക്കുമ്പോൾ പോലീസ് പോലും സ്ഥലത്ത് നിൽക്കാൻ പാടില്ല എന്നാ പറയുന്നത്. കാരണം സാധാരണ ഈ പ്രതികൾ കൊണ്ടുപോകില്ലല്ലോ. തല്ലിയ പ്രതി തന്നെ കൊണ്ടുവന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ആരാ പറയാ എന്നെ ഇയാളെ തല്ലിയെന്ന് പറയുക? അങ്ങനെ പറയണമെങ്കിൽ ഒരു ഭാര്യ ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ഭയമില്ലാത്ത ഒരു സ്ത്രീ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിനകത്തിലൊക്കെ കോടതിയെ സംബന്ധിച്ച് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് കോടതിക്ക് അതിന് വേണ്ട രീതിയിൽ അതിനെ അവലോകനം ചെയ്യാൻ കഴിയും. അപ്പൊ ഇവിടെ ഈ കേസില് പിന്നെ രണ്ടാമത്തെ ഹോം സർട്ടിഫിക്കറ്റ് മൂന്നാമത്തെ ഉണ്ട്, പ്രസക്തിയാണോ അല്ലയോ എന്നുള്ളത് ഈ സെമില ഈ ക്വാഷ് ചെയ്യാൻ കൊടുത്തതിനകത്ത് ഹൈക്കോടതി പറഞ്ഞു അത് പ്രത്യേക അധികാരമുള്ളത് കൊണ്ട് സാധാരണഗതിയിൽ അത് ട്രയൽ സമയത്തെ ഉണ്ടാവുള്ളൂ. ഇതിൽ 307 എന്ന് പറയുന്ന വകുപ്പുണ്ട്. ആ 307 വകുപ്പ് മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉപബലകമായി പരസ്പരം ബന്ധിച്ച് പൂരകമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാറ്റപ്പെട്ട ഒരു വകുപ്പാണത്, ചേർക്കപ്പെട്ട ഒരു വകുപ്പാണ്. ആ വകുപ്പ് നിൽക്കുന്നിടത്തോളം കാലം പെട്ടെന്ന് കോടതി ഇടപെടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. എന്തായാലും ശരി, ഈ കുട്ടിയെ വേണേ കോടതിക്ക് വിളിച്ച് പിന്നെ ഹൈക്കോടതിക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാം നിങ്ങൾക്ക് എന്താ ആവശ്യം എന്ന് പറഞ്ഞാൽ കോടതി ചിലപ്പോൾ അങ്ങനെയുള്ള പല കേസുകളും ചെയ്തതായിട്ട് എനിക്ക് തന്നെ അറിയാവുന്നതാണ്. പിന്നെ അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഇത് പോകാൻ സാധ്യതയില്ല എന്നൊന്നും ഞാൻ പറയില്ല. എന്തായാലും ശരി, ഈ സ്റ്റേജില് പോലീസ് ചാർജ് ഷീറ്റ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിന് ശേഷം വാഷിംഗ് തൽക്കാലം അവിടെ നിൽക്കും. അതിനുശേഷം ഈ ചാർജ് ഷീറ്റ് കൊടുത്തതിനെ സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ടാണ് പിന്നുണ്ടാകാൻ പോകുന്നത്. അല്ലെങ്കിൽ കോടതി നിന്ന് ഡയറക്ഷൻ വേണം, ഈ ഇതിങ്ങനെ ഒരു പെറ്റീഷൻ ഇവിടെ പെൻഡിങ് ആയതുകൊണ്ട് നിങ്ങളെ തൽക്കാലം ചാർജ് ഷീറ്റ് കൊടുക്കണ്ട എന്നൊരു ഡയറക്ഷൻ അത് വന്നിട്ടില്ല. വന്നിടത്തോളം കാലം പോലീസ് ഇന്നോ നാളെയോ പിന്നെ എനിക്ക് തോന്നുന്നത് ഇന്നോ നാളെയോ ചാർജ് ഷീറ്റ് അവർ കൊടുക്കുന്നതാണ്. കൊടുത്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കോടതിയിൽ ചാർജ് ഷീറ്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ റോള് കഴിഞ്ഞു. പിന്നെ അവസാനം ബാക്കി അതിന്റെ പേരിലായിരിക്കും ഡിസ്പ്യൂട്ട് നടക്കേണ്ട, അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ നടക്കേണ്ട, തീരുമാനം എടുക്കേണ്ടത്. എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ ന്യായീകരണം ശരിയാണ്. കാരണം എന്താ പറയുക, ആദ്യം പറയുന്ന തെളിവുകൾക്ക് അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പറഞ്ഞതിന് ആ ഹോം സർട്ടിഫിക്കറ്റിൽ എഴുതപ്പെട്ടതിന് പ്രസക്തിയുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞ കാര്യം ഞാൻ ബാത്റൂമിൽ വീണത് എന്ന് പറഞ്ഞതിന് അനുകൂലമായിട്ടുള്ള തെളിവുകളല്ല, പരിക്കുകളല്ല അതിനകത്തുള്ളത്. സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ ഹോം സർട്ടിഫിക്കറ്റിന് പ്രസക്തി വരും. അപ്പൊ അതൊക്കെ കോടതി നടപടിയാണ്. അതൊക്കെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പോകുന്ന അച്ചടക്ക നടപടി ഭാഗമാണ്. അത് ചാർജ് ഷീറ്റുമായിട്ട് ബന്ധമൊന്നുമില്ലാത്തതാണ്. അത് രണ്ടും രണ്ടായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഇത് ഒരു നിയമപ്രശ്നമാണ്. ആ നിയമപ്രശ്നം ഇപ്പോഴത്തെ സാഹചര്യത്തില് പാഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോലീസ് ചാർജ് ഷീറ്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ നിയമമാനങ്ങളൊക്കെ മാറ്റപ്പെടും എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഞാൻ ഒരു ചെറിയ ഇടവേള എടുക്കാം. ശ്രീമതി ഭാഗ്യലക്ഷ്മി കൂടി നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി ഞാൻ താങ്കളിലേക്ക് വരും. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇവിടെ പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷമീം പക്സാൻ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചില്ലേ? ഇത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായ സൗന്ദര്യ പിണക്കം, പിന്നെ അതിലുണ്ടായിട്ടുള്ള ചെറിയ അലോസരങ്ങൾ, അതിനെ തുടർന്ന് അവർ പിന്നെ ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു, ബാത്റൂമിൽ വീഴുന്നു, ഡോക്ടറെ അടുത്ത് എന്ന് പറയുന്നു. ഇതിനുശേഷം പിന്നീടുണ്ടായ വൂണ്ട് സർട്ടിഫിക്കറ്റുകൾക്ക് വലിയ നിയമസാധുതകളില്ല. പിന്നീട് ഈ പ്രശ്നങ്ങളെ ഇത്രയും സങ്കീർണമാക്കിയത് രക്ഷിതാക്കളാണ്. അപ്പോൾ കോടതി ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചായിരിക്കും ഈ വിഷയത്തിനൊരു തീർപ്പുണ്ടാക്കാൻ പോയി. ഇത് ക്വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്കാണ് അദ്ദേഹം കടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഈ പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞതിൽ നിന്ന് താങ്കൾക്ക് മനസ്സിലായി? നമുക്കത് അഡ്വക്കേറ്റ് പറയുന്നത് നമുക്കൊരിക്കലും അങ്ങനെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം അവരുടെ ജോലി തന്നെ അതാണല്ലോ. ഇപ്പം അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഒരുപക്ഷെ ആ പെൺകുട്ടിയായിരുന്നു ആദ്യം വന്നിരുന്നതെങ്കിൽ ഇപ്പം ആ കുട്ടി നേരത്തെ എഴുതി കൊടുത്തതെല്ലാം അവരെ കൊണ്ട് പറയിപ്പിക്കും. അതാണല്ലോ അഡ്വക്കേറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത് തന്നെ. അവർ എപ്പോഴും അവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കക്ഷികളെ കൊണ്ട് എല്ലാം പറയിപ്പിക്കും. അത് തന്നെ ഇദ്ദേഹം ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിന് ശേഷം ആ കുട്ടിയുടെ ശരീരത്തിൽ വന്ന് പാട്, ഈ അടയാളങ്ങൾക്കൊന്നും പിന്നെ ഇതിന് നിയമവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാതെ പറയുന്ന ഒരു കാര്യം, ആ കുട്ടിയെ ആരാണ് പിന്നെ ഉപദ്രവിച്ചത്? ഈ അച്ഛനും അമ്മയുമാണോ? എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് വിവാഹം കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ 3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ പോട്ടെ ഒരാഴ്ചക്കുള്ളിലാണ് ഈ അടുക്കള കാണൽ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. ഇത്രയധികം പണം ചിലവാക്കി വിവാഹം കഴിപ്പിച്ചയച്ച പെൺകുട്ടിയെ
അവളുടെ ജീവിതം തൊലയ്ക്കാൻ വേണ്ടി, അവളുടെ വിവാഹ ജീവിതം ഇനി ഇല്ലാതെയാക്കണം എന്ന രീതിയിൽ പെരുമാറാൻ ഈ അച്ഛനും അമ്മയ്ക്കും ആ മകളോട് അത്ര വിരോധമുണ്ടോ? അങ്ങനെയൊക്കെ ഒരു അച്ഛനമ്മ, അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതിരിക്കാമല്ലോ. അപ്പൊ ഇത് ഇനി മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുക്കുന്ന മൊഴി, ആ മൊഴിയിൽ ഈ കുട്ടി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ആദ്യം ഈ കുട്ടി ആ മൊഴിയിൽ എന്തായിരിക്കാം പറഞ്ഞത്? എന്തായാലും അവിടെ ആരും ഭീഷണിപ്പെടുത്തില്ലല്ലോ. ഞാനൊക്കെ മജിസ്ട്രേറ്റിന് മുമ്പാകെ രഹസ്യമൊഴി കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ ആ കോടതി മുറിക്കകത്ത് മജിസ്ട്രേറ്റും നമ്മളും മാത്രമേ ഉണ്ടാവുള്ളൂ. അഡ്വക്കേറ്റ് ഷമീം പക്സാനിലേക്ക് വരാം. അഡ്വക്കേറ്റ് ഷമീം പക്സാൻ, ഈ പെൺകുട്ടിയുടെ മൊഴി മാറ്റലിൽ മാത്രം ഊന്നിക്കൊണ്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കപ്പെടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ശരി, അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈൻ കട്ടായി പോയിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. സുഭാഷ് ബാബു സാർ, ഇനിയിപ്പോൾ ഈ കേസിന്റെ ഒരു ഭാവി എന്താകും? ഭാവി പോലീസ് എഫ്ഐആർ